വിഷുമാസ പൂജ ഒരു മിനി മണ്ഡലകാലമാണ്. അതുകൊണ്ട് തന്നെ ശബരിമലയിൽ കഴിഞ്ഞ മാസപൂജയ്ക്കെല്ലാം നടപ്പാക്കിയ പുതിയ ദർശനക്രമം, അതായത് പുതിയ ക്യൂ, അത് എത്രത്തോളം ഫലപ്രദമാകും എന്നതിൻ്റെ പരീക്ഷണം തന്നെയായിരിക്കും ഈ വിഷുപൂജ കാലം. അതുകൊണ്ട് തന്നെ നേരത്തെ നടപ്പാക്കിയതിലെ പാളിച്ചകളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അത് പുതിയ രീതിയിൽ നടപ്പാക്കാൻ തന്നെയാണ് ദേവസ്വം ബോർഡ് നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതെങ്ങനെയാണെന്ന് വിശദീകരിക്കും. ഇപ്പോൾ നമ്മൾ മീനമാസ പൂജയ്ക്ക് തുറന്നപ്പോൾ വലിയ സ്വീകാര്യത ഉണ്ടായിരുന്നു. ബോർഡിൻ്റെ ആ തീരുമാനത്തെ ഒരു ഭക്തൻ പോലും എതിർക്കുന്ന സ്ഥിതി ഉണ്ടായില്ല. എല്ലാവരും വളരെ സന്തോഷം, കാരണം കൂടുതൽ സമയം ദർശനത്തിന് അവസരം കിട്ടി. എങ്ങനെ അപ്പോഴും ഒരു തിരക്കുണ്ടായത് കാരണം ഫ്ലൈ ഓവറൊക്കെ ഉപയോഗിക്കേണ്ടി വന്നു. എന്ത് മാറ്റങ്ങളാണ് ഇപ്പോൾ വരുത്തി നടപ്പാക്കുന്നത്? ഞങ്ങൾ കഴിഞ്ഞ മാസം ട്രയലായിട്ടാണ് അത് ചെയ്തത്. അപ്പോൾ 18-ാം പടി കയറി വരുന്ന ഭക്തജനങ്ങൾക്ക് ഒരു 80 പേരാണ് മിനിറ്റ് കയറി വരുന്നത്. പക്ഷെ ഒരു 50 പേര് കഴിയുമ്പോൾ ഇത് കയറി വരുന്ന ഭക്തർക്ക് വളരെ സന്തോഷമാണ്. പക്ഷേ തിരക്കൊന്ന് കൂടിയാൽ നമുക്കിത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു രീതി വന്നു. ഒരു ഹൈബ്രിഡ് സിസ്റ്റം, അതായത് 4 ട്രാക്കുകൾ നേരത്തെ പോലും ഉണ്ടാവും. ഒപ്പം ഈ സോപാനത്തിന് മുന്നിൽ 4 ട്രാക്കുകൾ ഉണ്ടാവും. തിരക്ക് വല്ലാതെ കൂടിയാൽ ഒരു 50,000-ൽ പരം ഭക്തർക്ക് കൂടുതലായി വന്നാൽ 2 മിനിറ്റ് കൊണ്ട് ഒരു പഴയ സിസ്റ്റത്തിലേക്ക് ഫ്ലൈ ഓവർ വഴി കയറ്റി പഴയ സിസ്റ്റത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. തിരക്ക് കുറവുള്ള സമയത്തും ഫ്ലൈ ഓവർ യൂസ് ചെയ്യാതെ കൊടിമരത്തിൻ്റെ അവിടെ നേരിട്ട് പ്രവേശിപ്പിക്കുകയാണോ? എങ്ങനെ അത് ആലോചിക്കുക? അല്ല, അങ്ങനെ വരുമ്പോൾ ചെറിയ പ്രശ്നമുണ്ട്. കാരണം തിരക്ക് കൂടിക്കഴിഞ്ഞാൽ ഫ്ലൈ ഓവർ ഉപയോഗിച്ചുകൊണ്ട് പഴയതുപോലെ പോകാനേ സാധിക്കൂ. അതായത് വീണ്ടും തിരിച്ചു കൊണ്ടുവരുമ്പോൾ നമ്മൾ പ്രാക്ടിക്കലായി നമ്മൾ പലവട്ടം നമ്മൾ പരീക്ഷിച്ചു. അപ്പോൾ അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളിൽ, തിരക്ക് കൂടി വരുന്ന സാഹചര്യങ്ങളിൽ ഇത് കൂടി ഉപയോഗിക്കുക. ഒപ്പം ഇതും തിരക്ക് കുറയുമ്പോൾ ഇതും കൂടി ഉപയോഗിക്കുക. ഒരു ഹൈബ്രിഡ് സിസ്റ്റത്തിലേക്കാണ് നമ്മൾ. എസ്കലേറ്റർ ഉപയോഗിച്ചുകൂടെ, അല്ലെങ്കിൽ എസ്കലേറ്ററിനുള്ള സാധ്യതകൾ ആരായാമോ എന്നൊക്കെ അത്തരം പരിഗണനയിലുണ്ടോ? അതെല്ലാം ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അതൊക്കെ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. തന്ത്രിയുടെയും കൂടി ഒരു പെർമിഷൻ വാങ്ങിച്ചാൽ നമുക്ക് അത്തരം കാര്യങ്ങളിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അതായത് ഇപ്പോൾ നമ്മളിപ്പം ഈ വിഷുമാസ പൂജയ്ക്ക് പ്രായോഗികമാക്കാൻ പോകുന്നത് തിരക്ക് കുറവും കൂടുതലുള്ള സമയത്ത് എങ്ങനെയൊക്കെ ക്യൂ മെയിൻറ്റെയിൻ ചെയ്യാം, അതായിരിക്കും മണ്ഡലകാലത്ത് വരാൻ പോകുക അല്ലേ? അത് തന്നെയാണ്. പിന്നെ ഞങ്ങൾ ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്ന ഭണ്ഡാരത്തിനുണ്ടല്ലോ, അത് 55 സെൻറ്റിമീറ്ററാണ്. അതൊരു 35 സെൻറ്റിമീറ്ററായി കുറയ്ക്കുവാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അപ്പോൾ ചിങ്ങമാസം വരുമ്പോൾ അതെല്ലാം കൂടി ആക്കി ഒരു നന്നായി മുന്നോട്ട് പോകാമെന്ന് വെച്ചാൽ എന്തായാലും ഓണസമയത്ത് എന്തായാലും ഈ പുതിയ സിസ്റ്റം തുടരും, ഒരു സംശയമില്ല. തിരക്കുണ്ടാകുമ്പോൾ പഴയ രീതിയും തിരക്ക് കുറയുമ്പോൾ കൂടുതൽ സമയം അയ്യപ്പ ദർശനത്തിനുള്ള അവസരം എന്ന നിലയിൽ പുതിയ സംവിധാനവും ഒപ്പം നടപ്പാക്കി പോകാനുള്ള തീരുമാനത്തിലാണ് ദേവസ്വം ബോർഡ്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.